സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റിയ അത്രയും ടഫ് അല്ലാത്ത എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളി. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? എ ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് ആണ്? ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ് വാട്ട്? ലൈറ്റ് ഇയർ ഈസ് എ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ആൻഡ് ഇവിടെ ഞാൻ പാർസെക്കിനെ പറ്റി കൂടെ പറയാണ്. എന്തിനെ പറ്റി പറയാണ്? പാർസെക്കിനെയും കൂടെ പറ്റി പറയാൻ, അല്ലെങ്കിൽ പാരലാറ്റിക് സെക്കൻഡ്സിനെയും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ പാരലാറ്റിക് സെക്കൻഡ് എന്ന് കേട്ടിട്ട് നമ്മള് ഇത് ടൈമിന്റെ യൂണിറ്റ് ആണെന്ന് എഴുതി വെക്കാൻ പാടില്ല. പാരലാറ്റിക് സെക്കൻഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ആൻഡ് ഈ പാർസെക്കിന് പ്രത്യേകതയുണ്ട്. പാർസെക് ആണ് എന്ത്? ലാർജസ്റ്റ് പ്രാക്ടിക്കൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. എന്തിന്റെ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് പാർസെക്കം. ആൻഡ് ഏറ്റവും സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ മെഷറിംഗ് യൂണിറ്റ് ഫെർമി ആണ്, അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ ആണ്. നമ്മൾ എന്താണ്? ഫെർമി അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ എന്ന് നമ്മൾ പറയും. അത് 10⁻⁻15 മീറ്റർ ഒക്കെ ആയിട്ട് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ സെക്കൻഡ് ഇസ് എ യൂണിറ്റ് ഓഫ്. ന്യൂട്ടൺ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? എന്താ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ്. അതായത് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ്. ന്യൂട്ടൺ എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എന്താ? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റത്തിനോട് ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പോൾ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ നോട് ഈക്വൽ ആയതുകൊണ്ട് ന്യൂട്ടൺ സെക്കൻഡ് ഇസ് ദ യൂണിറ്റ് ഓഫ് എന്തിന്റെയാണ്? മൊമെന്റത്തിന്റെ. സിമ്പിൾ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വെച്ചാൽ അത് ഇമ്പൾസ് ആണ്, അത് ചേഞ്ചിങ് മൊമെന്റും ആണ്. കാരണം ഈ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ പറയൂ. mL/T⁻⁻1 ആണ്. അതായത് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ⁻⁻1. ഇതാണെന്ത്? ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അടുത്തത് ഇവർ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റെപ്രസെന്റ് ഇൻ കറക്റ്റ് യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതെന്താണ്? അത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിന്റെ ഡയമെൻഷനും ഇതിന്റെ ഡയമെൻഷനും പ്രഷറിന്റെ ഡയമെൻഷനും സെയിം ആണ്. ഡയമെൻഷൻ സെയിം ആയാൽ അവരുടെ യൂണിറ്റും സെയിം ആയിരിക്കും. അപ്പോൾ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് പ്രഷറിന്റെ യൂണിറ്റ്. ആ പ്രഷറിന്റെ അതേ യൂണിറ്റ് തന്നെയാണ് യങ്സ് മോഡുലസിനുള്ളത്. യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്ട്രെയിന്റെ യൂണിറ്റ് എന്താ? സ്ട്രെയിന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. കാരണം അതിന് ഡയമെൻഷൻ ഇല്ല. പിന്നീടുള്ളതാണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് പറയൂ. സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം സ്ട്രെസ്സിന്റെ യൂണിറ്റും സ്ട്രെസ്സിന്റെ ഡയമെൻഷനും പ്രഷറിന്റെ ഡയമെൻഷനും യങ്സ് മോഡുലസ് ഡയമെൻഷനും സെയിം ആണ്. അപ്പൊ അവരുടെ യൂണിറ്റും സെയിം ആയിരിക്കും. ഒന്നാമത്തെ നോക്കിയാൽ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സർഫസ് ടെൻഷൻ കറക്റ്റ് ആണ്. കാരണം സർഫസ് ടെൻഷൻ നോക്കണം. രണ്ടാമത്തെ സർഫസ് ടെൻഷൻ എന്ന് വെച്ചാൽ ടി എന്ന് വെച്ചാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ലെന്ത് ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ന്യൂട്ടൺ മീറ്റർ കറക്റ്റ് ആണ്. എനർജിയുടെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും സാർ? എനർജിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എനർജിയുടെ ഡയമെൻഷൻ അറിഞ്ഞാൽ മതി. മൂന്നാമത്തെ എനർജി ഇ എന്ന് വെച്ചാൽ അതിന്റെ ഡയമെൻഷൻ പറയൂ. mL²T⁻⁻2 ആണ്. ഇനി ഇതെന്തോ? എം എന്ന് വെച്ചാൽ മാസ് ആണ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഇത് ലെന്ത് മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ്⁻⁻2. ഇതാണ് എന്റെ യൂണിറ്റ് വരിക. ഇതാണ് കൊടുത്തേക്കുന്നത്. നോക്കി, അല്ല മീറ്റർ സ്ക്വയർ ഉണ്ട്, സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. അതില്ലാത്തതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഉത്തരം, നമ്മുടെ ഓപ്ഷനിൽ വരുന്ന കറക്റ്റ് ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻ 3 ആണ്. അതിന് തെറ്റാണ്. പ്രഷർ നോക്കി, കാരണം പ്രഷറിന്റെ യൂണിറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞു നേരത്തെ? പ്രഷർ എന്ന് വെച്ചാലും യങ്സ് മോഡുലസ് എന്ന് വെച്ചാലും പ്രഷർ എന്ന് വെച്ചാലും യങ്സ് മോഡുലസ് എന്ന് വെച്ചാലും അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് വെച്ചാലും സെയിം യൂണിറ്റ് ആണ്. അതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കണം. എന്തോ ഒരു വലിയ ഇക്വേഷൻ, ഡേവിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഓഫ് വേവ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് കെ. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും അല്ലെ? ഒമേഗ വെച്ചാൽ ആംഗുലർ വെലോസിറ്റി v, ലീനിയർ വെലോസിറ്റി ആണ്. ഡയമെൻഷൻ ഓഫ് കെ ഡയമെൻഷൻ പറയോ. അപ്പൊ ഞാൻ പറയട്ടെ, അവർ തന്നേക്കുന്നത് y = a sin ω(x/v - k ω). ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഒമേഗനെ എടുത്ത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുത്തു. എങ്കിൽ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഇതിനും രണ്ടിനും ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഈ ഒരു ടേമിനും
ഡയമെൻഷൻ സെയിം ആയിരിക്കും, ബിക്കോസ് അവർ തമ്മിൽ ഒരു നെഗറ്റീവ് സൈൻ ഒപ്പേറ്റ് സെപ്പറേറ്റ് ആണ്. ആൻഡ് ഇതിന്റെ രണ്ടെണ്ണത്തിനും ഡയമെൻഷൻ ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, നമുക്ക് ഒറ്റൊരു കാര്യം ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒമേഗ എക്സ് ബൈ വിക്കും കെ എക്സിന് ഡയമെൻഷൻ കെ ഒമേഗ ഡയമെൻഷൻ സെയിം ആണ്. അതെന്താണ്? അത് M0 L0 T0 ഡയമെൻഷൻ ഇല്ല, രണ്ടുപേർക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. കെ ചോദിച്ചേ, ഇപ്പൊ കെ ഒമേഗയ്ക്ക് ഡയമെൻഷൻ ഇല്ല, M0 L0 T0. അപ്പൊ ഒമേഗ ഡയമെൻഷൻ പറയും, ഒമേഗ എന്ന് വെച്ചാൽ 2π ബൈ ടൈം പീരീഡ് ആണ്. അപ്പൊ ഒമേഗ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ അത് ടൈം ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം കെ ഇൻറ്റു ടൈം ഇൻവേഴ്സ്, കെഞ്ഞ ഡയമെൻഷൻ ടൈം ഇൻവേഴ്സ് എന്ന് വെച്ചാൽ M0 L0 T0 ആണ്. അപ്പൊ കെഞ്ഞ ഡയമെൻഷൻ എന്തായിരിക്കും? ടി ആണ്. ഉത്തരം കിട്ടിയോ? ടി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ഒമേഗ കട്ടായി പോയിട്ട് ഇവിടുന്ന് അല്ല ഒമേഗ കട്ടായി പോയിട്ട് കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ വേണം ചെയ്യാം, ഉത്തരം കിട്ടിയാൽ മതി. അപ്പൊ അടുത്ത ക്വസ്റ്റൻ നോക്കണം, സിഗ്നിഫിക്കൻ ഫിഗർ നോക്കണം. സിഗ്നിഫിക്കൻ ഫിഗർ ഒന്നാമത്തെ ചോദ്യത്തിൽ എത്ര സിഗ്നിഫിക്കൻ ഉണ്ട്? 5 സിഗ്നിഫിക്കൻ ഫിഗർ. ഇതില് ഒരു സിഗ്നിഫിക്കൻ ഫിഗർ 5 ഉണ്ട്, 1 ഉണ്ട്. ഇതിലോ 2 സിഗ്നിഫിക്കൻ. ഇത് സിഗ്നിഫിക്കൻ ആണ്, ഇത് സിഗ്നിഫിക്കൻ അല്ല. പവർ വരുന്നതൊന്നും സിഗ്നിഫിക്കൻ അല്ല. അപ്പൊ ഉത്തരം എഴുതിയതാ 5ഉം 1ഉം 2ഉം. അതാ ഓപ്ഷൻ നമ്പർ എ റൈറ്റ് ആൻസർ. 5ഉം 1ഉം 2ഉം റൂളൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ. അടുത്ത എറർ റിലേറ്റീവ് ക്വസ്റ്റൻ പറയൂ. നമുക്ക് തന്നേക്കുന്ന വാല്യൂ z is equal to a raised to 4 b raised to 1/3 divided by c into d raised to 3/2. That means നമുക്ക് ഡെൽറ്റ z ബൈ z എന്ന് വെച്ചാൽ റിലേറ്റീവ് എറർ ആണ്. എന്ന് വെച്ചാൽ ഈ പവറിന് ഇങ്ങനെ എഴുതി ഡെൽറ്റ a ബൈ a 4 ഇൻറ്റു, കാരണം a raised to 4 ആയതുകൊണ്ട് 4 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ a പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ b ബൈ b പ്ലസ് ഡെൽറ്റ c ബൈ c പ്ലസ് 3/2 ഇൻറ്റു ഡെൽറ്റ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ എറേഴ്സ് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല. ഈ എറേഴ്സിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നെഗറ്റീവ് ചെയ്യാൻ പാടില്ല. എറേഴ്സ് എപ്പോഴും ആഡ് ആണ് ചെയ്യുക. അപ്പം നോക്കടാ ഇവിടെ ഒരു നെഗറ്റീവ്, ഇവിടെ 2 നെഗറ്റീവ് വന്നു, ഉത്തരം തെറ്റിപ്പോയി. ഇവിടെ ഒരു നെഗറ്റീവ് തെറ്റിപ്പോയി, ഇവിടെ നെഗറ്റീവ് തെറ്റിപ്പോയി. ഓപ്ഷൻ നമ്പർ എ ഇസ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്വസ്റ്റൻ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ലെങ്ത് ഡബിൾ ദ യൂണിറ്റ് ഓഫ് എനർജി വിൽ ബി. അപ്പൊ നമുക്ക് ആദ്യം ഒറ്റൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ ഫോഴ്സും ലെങ്തും എനർജിയും തമ്മിൽ കണക്ട് ചെയ്യണം. ഏതൊക്കെയാണ്? എനർജി. നമുക്ക് ആകപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആകപ്പാടെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനർജിയും ലെങ്തും ഫോഴ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അതെങ്ങനെ കിട്ടും? വലിയ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലെന്ത്. ടോർക്കിന്റെ ഡയമെൻഷനും എനർജി ഡയമെൻഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ഇൻറ്റു ലെന്ത് ഈ ഫോമിൽ ഉപയോഗിക്കാം. ഇനി ഈ ഫോമില അറിയാത്തവർക്ക് നമ്മൾ ഇതപ്പോൾ പഠിക്കുക, ഇത് റൊട്ടേഷൻ മോഷൻ പഠിക്കുക. ഇത് അറിയാത്തവർക്ക് ഒരു വഴിയുണ്ട്. എനർജിയുടെ ഡയമെൻഷൻ എഴുതിക്കുക. എനർജി ഡയമെൻഷൻ എന്ന് വെച്ചാൽ ml² T⁻². ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതിക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml T⁻². ആണ്. ലെന്തിന്റെ ഡയമെൻഷൻ എഴുതിക്കുക. ലെന്തിന്റെ ഡയമെൻഷൻ ലെന്ത് L ആണ്. അപ്പൊ ഞാൻ ഈ ഒരു എനർജിയുടെ ഫോമാറ്റിൽ നിന്ന് ml T⁻² കോമ എടുത്ത് നോക്കണം. ഇവിടെ ഞാൻ m കോമ എടുത്തു, ഇവിടെ നിന്ന് ഒരു L കോമ എടുത്തു, T⁻² കോമ എടുത്തു. ബാക്കി ഇവിടെ L ഉണ്ട്. അതാണ് എനർജിയുടെ ഡയമെൻഷൻ. ഞാൻ സ്പ്ലിറ്റ് ആക്കിയില്ല, വേറൊന്നും ചെയ്തില്ല. ഇതിപ്പോ ഫോഴ്സ് ആണ്, ഇതിപ്പോ ലെന്ത് ആണ്. അപ്പോൾ എനർജി എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ലെന്ത് എന്ന് നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. പിന്നെ ഞാൻ വേറെ റൂൾ പഠിപ്പിച്ചു. NU ഒരു കോൺസ്റ്റന്റ് ആണ്. NU കോൺസ്റ്റന്റ് ആണ്. N കൂടിയാൽ U കുറയും, അല്ലെങ്കിൽ U കൂടിയാൽ N കുറയും. അപ്പോൾ കാരണം NU കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് U എന്ന് വെച്ചാൽ യൂണിറ്റ്, എന്ന് വെച്ചാൽ നമ്പർ, N നമ്പർ, U യൂണിറ്റ് ആണ്. ഇവര് പറയാണ് ഫോഴ്സിന്റെ യൂണിറ്റും ലെന്തിന്റെ യൂണിറ്റും ഡബിൾ ആക്കി, യൂണിറ്റ് കൂടി എങ്കിൽ അതിന്റെ നമ്പർ പാർട്ട് കുറയും, ഈ എനർജിയുടെ നമ്പർ പാർട്ട് കുറയും. പക്ഷെ ഇവര് ചോദിച്ചത് എനർജിയുടെ യൂണിറ്റ് എന്ത് പറ്റും? യൂണിറ്റ് കൂടും. കാരണം നോക്കടാ, ഈ എനർജിയുടെ യൂണിറ്റ് നോക്കിയാൽ മതി. കാരണം നോക്കാം, എനർജിയുടെ ഫോഴ്സിന്റെ യൂണിറ്റ് 2 ടൈംസ് ആക്കി, ലെന്തിന്റെ യൂണിറ്റ് 2 ടൈംസ് ആക്കി. ദാറ്റ് മീൻസ് 4 ആയി. 4 യൂണിറ്റ് കൂടി. എന്തിന്റെ? എനർജിയുടെ 4 യൂണിറ്റ് കൂടി. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാ? 4 ടൈംസ് ദ ഒറിജിനൽ വാല്യൂ ആണ്. ഇനിയിപ്പോ നിങ്ങളോട് ഈ യൂണിറ്റിന്റെ പകരം അവരിപ്പോ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ന്യൂമറിക്കൽ പാർട്ട് ഓഫ് ദ എനർജി വിൽ ബി. ഈ എനർജിയുടെ ന്യൂമറിക്കൽ പാർട്ട് എന്ത് സംഭവിക്കും? നമുക്കൊരു കാര്യം അറിയാം, ഒറ്റ കാര്യം നമുക്കറിയാൻ പറ്റും. യൂണിറ്റ് കൂടിയാൽ നമ്പർ പാർട്ട് കുറയും. ഇവിടെ യൂണിറ്റ് കൂടി. എത്ര ടൈംസ് കൂടി? 4 ടൈംസ് യൂണിറ്റ് കൂടി. 4 ടൈംസ് യൂണിറ്റ് കൂടി എങ്കിൽ നമ്പർ പാർട്ട് എന്താവും? നമ്പർ പാർട്ട് ബിക്കെയും 1/4 ഓഫ് ദ ഒറിജിനൽ വാല്യൂ. മറ്റേത് 4 ടൈംസ് കൂടി എങ്കിൽ നമ്പർ പാർട്ട് 4 ടൈംസ് കുറയും. കാരണം NU കോൺസ്റ്റന്റ് ആക്കി എടുക്കണ്ടേ. നമ്പർ പാർട്ട് 4 ടൈംസ് കൂടി എങ്കിൽ
യൂണിറ്റ് പാർട്ട് 4 ടൈംസ് കൂടി എങ്കിൽ നമ്പർ പാർട്ട് അത് 1/4 ടൈംസ് ആയാൽ മാത്രമല്ലേ അത് കട്ടായി പോയിട്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അവരെ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ഇവർ ചോദിച്ചത് യൂണിറ്റാ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത നോക്കടാ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എയിംസിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഡസ് നോട്ട് ഹാവ് സിമിലർ ഡയമെൻഷൻ? ഞാൻ എല്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആംഗിളും സ്ട്രെയിനും രണ്ടുപേർക്കും ഒരേ ഡയമെൻഷനാണ്, അവർക്ക് ഡയമെൻഷൻ ഇല്ല. പ്ലാൻ കോൺസ്റ്റന്റും ആംഗുലർ മൊമെന്റും സെയിം ആണ്, ഞാൻ പഠിപ്പിച്ചതാണ്. സ്ട്രെസ്സിനും പ്രഷറിനും സെയിം ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ടെൻഷനും സർഫസ് ടെൻഷനും എങ്ങനെയാണ് സെയിം ആവുക? ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ആണ്, സർഫസ് ടെൻഷൻ വെച്ചാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്ത് ആണ്, ഒരിക്കലും സെയിം ആവൂല. ആൻഡ് താങ്ക് യു. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു ക്വസ്റ്റ്യൻ തരാം. ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അവസാനം, കാരണം ആ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പഠിച്ചില്ലല്ലോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ 10 ജൂൾ കൺവേർട്ട് ടു CGS സിസ്റ്റം. SI സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഏത് കോൺസെപ്റ്റാ? അഗെയിൻ N1 U1 ഈക്വൽ ടു N2 U2 കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഈ N1 നമുക്കറിയാവുന്ന വാല്യൂ 10 ജൂൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജൂൾ എന്ന് വെച്ചാൽ എനർജിയാണ്. എനർജി എന്ന് വെച്ചാൽ ഇത് mL² T⁻⁻² ആണ്, അതായത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ എഴുതിക്കുള്ളൂ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കുന്നത് x ഇൻറ്റു അതിന്റെ CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. കിലോഗ്രാമിന്റെ അവിടെ ഗ്രാം ആണ്, മീറ്ററിന് അവിടെ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മാറ്റാം. 10 ഇൻറ്റു കിലോഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം ആണ്. മീറ്റർ എന്ന് വെച്ചാൽ 10⁻² സെന്റിമീറ്റർ ആണ്. ഒരു ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്തു, ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ കട്ട് ചെയ്തു, ഗ്രാമും കട്ട് ചെയ്തു, സെന്റിമീറ്റർ സ്ക്വയറും കട്ട് ചെയ്തു. ബാക്കി ഇവിടെ ഉള്ളത് 10 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻⁴ ഈസ് ഈക്വൽ ടു x ആണുള്ളത്. ദാറ്റ് മീൻസ് 10⁵5 ഇൻറ്റു 10⁻³ ആണുള്ളത്. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 10�7 യൂണിറ്റ്. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു.